അലിവിൻ്റെ സാഗരമാ, കരളിൻ്റെ സാന്ത്വനമാ, അമ്മേ നീ വരുമോ, എന്നെ നീ തൊടുമോ, അഭിഷേകമാ എൻ ചാരി വരുമോ. അലിവിൻ്റെ സാഗരമാ, കരളിൻ്റെ സാന്ത്വനമാ, അമ്മേ നീ വരുമോ, എന്നെ നീ തൊടുമോ, അഭിഷേകമാ എൻ ചാരി വരുമോ. എൻ്റെ നല്ല അമ്മ എന്ന പ്രോഗ്രാമിന് വേണ്ടി പങ്കെടുത്ത് സംസാരിക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ആണ് ഈ ഹ്രസ്വ പ്രഭാഷണത്തിലൂടെ അയവിറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി തന്നെ എൻ്റെ ബാല്യകാലത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവരുടെ നല്ല മാതൃകകളെ, അവരുടെ ഏറ്റവും മനോഹരമായ വിശ്വാസ ജീവിതത്തെ നാം എത്രമാത്രം ഞാൻ വിലമതിക്കുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അവരുടെ മാതൃകയും വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളുമാണ് എന്നെ ബാല്യകാലത്തിൽ ഏറ്റവും അധികമായി സ്വാധീനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു തുടക്കം എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് കിട്ടി എന്നുള്ളതിൽ ദൈവത്തോട് എനിക്ക് വലിയ നന്ദിയുണ്ട്, വലിയ കടപ്പാടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ അവരുടെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് അതുല്യമായ പ്രാധാന്യം കൊടുത്തിരുന്നു. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിൽ തടസ്സം വന്നിരുന്നില്ല. എല്ലാ ദിവസവും തന്നെ അക്കാലത്ത് ഞങ്ങൾ ജപമാലയാണ് ചൊല്ലിയിരുന്നത്. അങ്ങനെ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുകയും അതിലൂടെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാതാവിനോടുള്ള ഭക്തിയിൽ ഞാൻ വളർന്നു വരികയും ചെയ്തു. ഞങ്ങൾ 9 മക്കളുള്ള കുടുംബത്തിൽ 4 മൂത്ത സഹോദരിമാർ കർമ്മല സന്യാസ സമൂഹത്തിലെ അംഗങ്ങളായിരുന്നു. അവർ എൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളോടൊപ്പം വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവർ ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ തന്നെ പുരോഹിതനാകുന്നതിനെക്കുറിച്ച് എന്നോട് പറയുമായിരുന്നു. ദൈവവിളി സ്വീകരിക്കുന്നതിൻ്റെ മഹത്വം, അതിലൂടെ നമുക്കുണ്ടാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാവുന്ന ആത്മസമർപ്പണം, അതിൻ്റെ സന്തോഷമെല്ലാം എൻ്റെ മാതാപിതാക്കളിലൂടെ പ്രധാനമായും അവരോടൊപ്പം എൻ്റെ മൂത്ത സഹോദരിമാരിലൂടെയുമാണ് എനിക്ക് കൈവന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം 10ാം ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷം മൈനർ സെമിനാരിയിൽ ദൈവവിളി സ്വീകരിച്ച്
ഞാൻ പോവുകയുണ്ടായി. മൈനർ സെമിനാരിയിൽ 4 വർഷവും മേജർ സെമിനാരിയിൽ 3 വർഷം ഫിലോസഫിയും 4 വർഷം ദൈവശാസ്ത്രവും പഠിക്കുവാനായിട്ട് ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. ആ കാലയളവിലെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പൗരോഹിത്യ ജീവിതത്തിൽ ഈശോ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു പരിശീലനമാണ് ഞങ്ങൾക്ക് എല്ലാ സെമിനാരികളിലും, മൈനർ സെമിനാരിയിലും അതുപോലെ തന്നെ മേജർ സെമിനാരിയിലും ഒരുപോലെ കിട്ടിയിരുന്നു. അങ്ങനെ മൈനർ സെമിനാരി കഴിഞ്ഞു. മേജർ സെമിനാരിയിൽ പിന്നിട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അഗ്നി പരീക്ഷകൾ ദൈവവിളിയിൽ ഉണ്ടായതായിട്ട് ഞാൻ കാണുന്നുണ്ട്. വേദനകളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അതുപോലെ തന്നെ ദൈവവിളിയിൽ തന്നെയുള്ള ക്രൈസിസ്, അഗ്നിപരീക്ഷകളൊക്കെ ഉണ്ടായ ആ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയാണ് എന്നെ താങ്ങിയിട്ടുള്ളത്, എന്നെ തന്നോട് ചേർത്ത് പിടിച്ചിട്ടുള്ളത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അതിൽ സെമിനാരി പരിശീലന കാലത്ത് തന്നെ വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, എന്നെ വളർത്തിയിട്ടുണ്ട്. വൈദിക ജീവിതത്തിൽ ബ്രഹ്മചര്യത്തിന് അതുല്യമായ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് അറിവുള്ളതാണ്. വൈദിക ജീവിതത്തിൻ്റെ വിജയം തന്നെ ബ്രഹ്മചര്യം പാലിക്കുന്നതിൻ്റെ പൂർണ്ണതയിലാണ് ഇരിക്കുന്നത്. അത് ദൈവവും മനുഷ്യരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുണ്യം തന്നെയാണ്. എന്നാൽ ബ്രഹ്മചര്യം പാലിക്കുക എന്നുള്ളത് ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഒരുപോലെ പരിശുദ്ധി പാലിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതും നമുക്ക് ബോധ്യമുള്ളതാണ്. ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായവും കൊണ്ടും വളരെ എളിമയോടുകൂടി ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് എത്രയും പൂർണ്ണമായി ഈ പുണ്യം പാലിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട് എന്നുള്ളത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സംതൃപ്തിയുണ്ട്. അതിൽ പരിശുദ്ധ അമ്മയുടെ സഹായം എത്രമാത്രമുണ്ട് എന്നുള്ളത് ഞാനിവിടെ ഏറ്റുപറയുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം അതിനായി പരിശുദ്ധ അമ്മ ഇപ്പോഴും കൂടെ നിന്ന് സാധിച്ചു തരുന്നുണ്ട്. സെമിനാരി പഠനകാലം സാമാന്യം സുദീർഘവും കഠിനതരവുമാണ് എന്നുള്ളത് പഠിക്കുന്നവർക്കും അവരോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നന്നായിട്ട് അറിവുള്ളതാണ്. മൈനർ സെമിനാരിയിൽ ഭാഷകളും പ്രാഥമികമായ ആധ്യാത്മിക പഠനങ്ങളും നടത്തിയതിന് ശേഷം മേജർ സെമിനാരിയിലേക്ക് വന്ന് ആദ്യത്തെ 3 വർഷം തത്വശാസ്ത്രവും പിന്നീടുള്ള 4 വർഷം ദൈവശാസ്ത്രവുമാണ് പഠിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ അതിനുശേഷം 4-5 വർഷം കൂടി ഒരു പഠനം നടത്തുവാൻ, ഡോക്ടറേറ്റിന് പഠിക്കുവാനും അത് പൂർത്തിയാക്കുവാനുള്ള കൃപാവരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അത്രയും കാലം 11-16 വർഷത്തോളം തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഉപരിയായി പഠിച്ചുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടിരുന്നു. ആ ശൂന്യത പഠനം കൊണ്ട് മാറിയില്ല എന്ന് മാത്രമല്ല,
അതോടൊപ്പം എൻ്റെ പല സംശയങ്ങൾക്കും ആക്കം കൂടി. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സംശയങ്ങൾ തന്നെ കൂടുതലായി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. പരിശുദ്ധ അമ്മയുടെ കന്യകാത്വം, വിശുദ്ധ യൗസേപ്പിതാവുമായിട്ടുള്ള കുടുംബജീവിതം, അവരുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധി, ഈശോയുടെ കന്യകാത്വ ജനനം, ഇതൊക്കെ എങ്ങനെ ദൈവത്തിൻ്റെ രഹസ്യങ്ങളുമായി ഒത്തുപോകും എന്ന് പലപ്പോഴും എനിക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്, സംശയങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഈ സംശയങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയത് ധ്യാനം കൂടിയപ്പോഴാണ്. ഏതാനും മരിയൻ ധ്യാനങ്ങൾ കൂടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇണങ്ങി വന്നപ്പോൾ അതിലൂടെ പരിശുദ്ധ അമ്മ കൂടുതലായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെടുകയും ദൈവാനുഭവത്തിൽ വളരുകയും ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ധ്യാനങ്ങൾ കൂടുകയും പ്രാർത്ഥിക്കുകയും കൂടുതൽ താപസ മനോഭാവത്തോടു കൂടി പൗരോഹിത്യ ജീവിതത്തെ ആശ്ലേഷിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ ശൂന്യത ഒരു പരിധിവരെ അകലുന്നതായി മനസ്സിലായി. അതിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലുതായ പങ്കുണ്ട് എന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മയെക്കുറിച്ചുള്ള ചില സ്വകാര്യ വെളിപാട് ഗ്രന്ഥങ്ങൾ വായിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായി. ആദ്യം ഞാൻ വായിച്ചത് ദൈവമനുഷ്യൻ്റെ സ്നേഹിതയാണ്. അത് ഈശോയെക്കുറിച്ചുള്ള രഹസ്യ വെളിപാട് ഗ്രന്ഥമാണ്. മരിയ വാർത്തോർത്തായിക്ക് ഈശോയും മാതാവും ഒക്കെ പറഞ്ഞു കൊടുത്ത് എഴുതിക്കുന്ന ഒരു ബൃഹത് ഗ്രന്ഥമാണ് എന്നുള്ളത് ധാരാളം ആളുകൾക്ക് അറിയാം. മലയാളത്തിലത് 10-16 വാല്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ മാതാവിനെക്കുറിച്ചുള്ള ഒരു സ്വകാര്യ വെളിപാട് ഗ്രന്ഥം ഉണ്ട്. അതാണ് എൻ്റെ കയ്യിൽ ഈ നിങ്ങൾ കാണുന്ന ഈ പുസ്തകം. ഇത് ദി മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ്, വെനറബിൾ മേരി ഓഫ് അഗ്രേത എഴുതിയ പുസ്തകമാണ്. ഇതിന് ഈ വലിപ്പത്തിൽ തന്നെ 4 വാല്യങ്ങൾ ഉണ്ട്. ഞാൻ ആദ്യം അതിൻ്റെ എബ്രിഡ്ജ്ഡ് വേർഷനാണ്, ചെറിയ പുസ്തക പതിപ്പാണ് വായിച്ചത്. അത് 180-200 പേജിൽ താഴെയുള്ള ഒരു പുസ്തകമാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അതുവരെ കിട്ടാത്ത അനേകം അറിവുകൾ കിട്ടുകയുണ്ടായി. പിന്നെ മാതാവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നീങ്ങിയത് അപ്പോഴാണ്. പരിശുദ്ധ അമ്മയുടെ കന്യകാത്വം, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഒന്നിച്ചുള്ള ജീവിതത്തിൽ അവരെത്രമാത്രം മാതൃകാപരമായിട്ടുള്ള കുടുംബജീവിതം നയിച്ചു. യൗസേപ്പ് പിതാവ് നാസീർ വ്രതമെടുത്തവനാണ്. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ആഴം, അതിൻ്റെ അർത്ഥം എല്ലാം എനിക്ക് ആ പുസ്തകത്തിലൂടെ കൂടുതലായി വെളിവായി. അങ്ങനെ ആ പുസ്തകം പരിശുദ്ധ അമ്മയോട് ഉള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന മാതാവിൻ്റെ ഭക്തി ഈ പുസ്തകം വായിച്ചപ്പോൾ ഒരു 1000 ഇരട്ടി 10,000 ഇരട്ടി വർദ്ധിച്ചതായിട്ടുള്ള വലിയ അനുഭവമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ശൂന്യത അകന്നു പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം അറിവിലല്ല, അനുഭവത്തിലാണ് കാര്യമിരിക്കുന്നത് എന്ന് എൻ്റെ ജീവിതാനുഭവം തന്നെ എന്നെ പഠിപ്പിച്ചു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ഞാൻ വളർന്നു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളർന്നപ്പോൾ ഈശോയോടുള്ള ബന്ധത്തിലും അടുപ്പത്തിലും, അതുപോലെ തന്നെ ഈശോയിലൂടെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുള്ള അടുപ്പത്തിലും കൂടുതലായി വളരുവാൻ ഇടയായി എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുവാനായിട്ടുള്ളത്.
ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയിലാണ് നാം എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയും സംരക്ഷണവും നമ്മെ മുമ്പോട്ട് നയിക്കുമ്പോൾ അതോടൊപ്പം മരിയ ഭക്തർക്ക് മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ 2-3 അപകടങ്ങൾ, അതും വളരെ ഗൗരവമേറിയ മരണകരമായ അപകടങ്ങൾ തന്നെയെന്ന് വിശേഷിപ്പിക്കാം, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അപകടങ്ങളിൽ ജോൺ പോൾ II മാർപ്പാപ്പായ്ക്ക് വെടിയേറ്റപ്പോൾ ഫാത്തിമ മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചത് നമുക്കറിയാവുന്നതുപോലെ എൻ്റെ ജീവിതത്തിലും മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചതായിട്ടാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഒരു കാർ അപകടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ അപകടം ഞാൻ കാറിലിരുന്ന് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് അതിലെ ദുരന്തത്തിന് ഇടയാക്കിയത്. ആ ഉറങ്ങിയ അവസരത്തിൽ വേറൊരു ബസ്സുമായിട്ടോ വാഹനവുമായിട്ടോ കൂട്ടിയിടിച്ചിരുന്നെങ്കിൽ മരണം ഉറപ്പായിരുന്നു. കാറ് വലത്തേക്ക് ചെരിഞ്ഞ് പോയിരുന്നെങ്കിൽ വെള്ളത്തിലേക്ക് പോകുമായിരുന്നു, അപ്പോഴും മരണം ഉറപ്പായിരുന്നു. എന്നാൽ കാറ് ഇടത്തേക്ക് വെട്ടി ഒരു തെങ്ങിലിടിച്ച് നിന്നു എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത്. അതിൽ ദൈവത്തിൻ്റെ പരിപാലനയും മാതാവിൻ്റെ സംരക്ഷണവും ഒരുപോലെ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപകടം കണ്ടാൽ അതുവഴിയായിട്ടുണ്ടായ അനർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയിക്കാം. അത്രയും അപകടം വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഉള്ള സംരക്ഷണമാണ് എനിക്ക് എടുത്ത് പറയുവാനുള്ളത്. അതുകൂടാതെ ഒരിക്കലും ഞാൻ ജർമ്മനിയിൽ യാത്ര ചെയ്യുമ്പോൾ എസ്കലേറ്റർ അപകടം ഉണ്ടായി. അവിടെ പുറകോട്ട് മറിഞ്ഞ് വീണ് വലിയ ദുരന്തം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനുള്ളത്. വേറൊരു അവസരത്തിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോഴും അപകടമുണ്ടായി. അപ്പോഴും മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചതായിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ മാതാവിൻ്റെ ഭക്തർക്ക്, മരിയ ഭക്തർക്ക് മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കുന്നു എന്നാണ് എനിക്ക് എടുത്ത് നിങ്ങളോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ മാതാവിൻ്റെ ഭക്തർക്ക് മാതാവ് അത്ഭുതകരമായ രോഗശാന്തികൾ നൽകാറുണ്ട്. ഈജിപ്തിലായിരുന്ന അവസരത്തിൽ ഈശോയും മാതാവും യോസേപ്പിതാവും കൂടി, ഉണ്ണീശോ ആയിരുന്ന കാലത്ത് യോസേപ്പിതാവിനോടൊപ്പം ഈജിപ്തിലായിരുന്ന കാലത്ത് മാതാവ് അനേകം പേർക്ക് രോഗശാന്തികൾ കൊടുത്തതായി മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഉറുമ്പനാടൻ പള്ളിയിൽ വരുമ്പോൾ എൻ്റെ വോക്കൽ കോഡ്സിന് ഇൻഫെക്ഷൻ ഉണ്ടായി. എൻ്റെ ശബ്ദം പൂർണ്ണമായി ഇല്ലാതായിപ്പോയിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ എഴുതി കാണിച്ചാണ് ആശയവിനിമയം നടത്തിയിരുന്നത്. ഡോക്ടർമാരെ കണ്ടപ്പോൾ യാതൊരു കാരണവശാലും സംസാരിക്കരുത്, പരിപൂർണമായ സൗണ്ട് റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായ ശബ്ദം നഷ്ടപ്പെടും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് എനിക്ക് ലഭിച്ചത്. ഞാനത് പാലിക്കുകയുണ്ടായി. അങ്ങനെ പാലിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിൽ ആത്മീയമായുള്ള അനുഭവമുള്ള, വരദാനമുള്ള, കൃപയുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. ആ അവസരത്തിൽ ആ വ്യക്തിയുടെ അടുത്ത് മാതാവ് ഉണ്ടായിരുന്നുവെന്ന് ദർശനവരത്തിലൂടെ ആ വ്യക്തി എന്നോട് സാക്ഷ്യപ്പെടുത്തി. ആ വ്യക്തി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് തന്നെയാണ് കൈവച്ചത് എന്നും അതിലൂടെ രോഗശാന്തി നൽകിയതും എന്നും എനിക്ക് പിന്നീട് മനസ്സിലായി. അത് മാതാവ് തന്നെ തൊട്ട് സൗഖ്യം തന്ന ഒരു വലിയ അനുഭവമാണ്. ആ അവസരത്തിൽ തന്നെ എനിക്ക് സൗഖ്യം കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ആ ശബ്ദം ഇന്നും നിലനിൽക്കുന്നു. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടെ മെച്ചപ്പെട്ട ശബ്ദം ആ സൗഖ്യ അനുഭവത്തിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. കൂടാതെ കഞ്ചിക്കോട് പാലക്കാട്ടുള്ള ധ്യാനം, മരിയൻ ധ്യാനം കൂടിയ അവസരത്തിൽ കഞ്ചിക്കോട് റാണിയും ഉണ്ടായിരുന്നു. ആ അവസരത്തിൽ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ധ്യാന നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് വന്ന അവസരത്തിൽ അനുഭവിച്ച സുഗന്ധാഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് തന്നെ നിൽക്കും. അത്രയും ശക്തമായ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് പല അവസരങ്ങളിലും
ജപമാല ചൊല്ലുന്ന അവസരത്തിലും അതുപോലെ തന്നെ ചില വരദാനങ്ങളുള്ള വ്യക്തികളുടെ അടുക്കൽ പോയിട്ടുള്ള അവസരത്തിലും മാതാവിൻ്റെ സാന്നിധ്യം അനുഭവം കുറിച്ചുകൊണ്ട് സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട്. മുല്ലപ്പൂവിൻ്റെ മണമാണ് മാതാവിൻ്റെ മണം എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ഒറ്റപ്പെട്ട മനോഹരമായ പിന്നെ മണമാണ്. അതുകൊണ്ടാണ് സുഗന്ധവാഹിനി എന്നുള്ള ആ ഗാനം മാതാവിൻ്റെ പേരിൽ വളരെ മനോഹരമായി ആലപിക്കപ്പെടുന്നത്. മാതാവ് എവിടെയായിരുന്നാലും കൊച്ചു പ്രായം മുതൽ ചെറുപ്രായം മുതൽ സുഗന്ധവാഹിനിയാണ്. ആ സുഗന്ധാഭിഷേകമാണ് ഇന്ന് ലഭിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും എവിടെയായിരുന്നാലും മാതാവിന് എപ്പോഴും ആ വിശുദ്ധിയുടെ പരിമളം എന്ന രീതിയിൽ സുഗന്ധ അഭിഷേകം നൽകിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ പല വിശ്വപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ലൂർദിലും ഫാത്തിമായിലും വേളാങ്കണ്ണിയിലും 2 പ്രാവശ്യം വീതം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളിലെല്ലാം എനിക്ക് അസാധാരണമായ ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് 50 പേരുമായി ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ പോവുകയുണ്ടായി. വേളാങ്കണ്ണിയിൽ 38 വർഷം മുമ്പ് ഞാൻ ഒരിക്കൽ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ആ തീർത്ഥാടന കേന്ദ്രം ഒരു 8-10 പള്ളികളോളം അമ്പരചുംബികളായ ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന വെള്ളപൂശിയ മനോഹരമായ ദൈവാലയങ്ങളാണ് കാണപ്പെടുന്നത്. പുതിയ ദൈവാലയം ബൃഹത്തായ ദൈവാലയമാണ്. അതെല്ലാം ആ പുതിയ ദൈവാലയത്തിൽ മാതാവിൻ്റെ മനോഹരമായ ഒരു സ്റ്റാച്യു ഉണ്ട്. വളരെ ഭക്തിനിർഭരമായി ആ സ്റ്റാച്യു കാണുമ്പോൾ മാതാവിനെ വണങ്ങുവാൻ നമുക്ക് സാധിക്കും. അവിടെ ബലിയർപ്പിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ജപമാല ചൊല്ലിക്കൊണ്ട് നിത്യാരാധന ചപ്പലിലേക്ക് ഞങ്ങൾ പോയി. ആ തീർത്ഥാടനത്തിൻ്റെ അവസരത്തിൽ ഞങ്ങളിൽ പല ആളുകൾക്കും അത്ഭുതകരമായ രോഗശാന്തികൾ ലഭിച്ചു എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ ഈ കുറുമ്പനാടും പറവനാപ്പള്ളിയിൽ നിന്ന് തന്നെ ഏതാണ്ട് 50-ലധികം ആളുകളെയും കൊണ്ട് ഞാൻ ലൂർദിലും ഫാത്തിമായിലും പോകുവാനിടയായി. ആ അവസരത്തിൽ ഞങ്ങൾ ദീർഘസമയം പ്രാർത്ഥിക്കുകയും വളരെയധികം പ്രാർത്ഥിച്ച് ഒരുങ്ങി പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി ആ 2 തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങളാണ് മാതാവിലൂടെ സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഓർക്കുകയാണ്. മാതാവിൻ്റെ ആ ഭക്തി കൂടുതലായിട്ട് വർദ്ധിക്കുവാനായിട്ട് അതുവഴിയായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെയുള്ള മാതാവിൻ്റെ ഒരു ഭക്തൻ എന്ന നിലയിൽ മാതാവ് എൻ്റെ സ്വന്തം അമ്മയായി എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായ വിധത്തിൽ മാറിയിട്ടുണ്ട് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതിൻ്റെയൊക്കെ പരിണിതഫലമായിട്ട് ഈ കുറുമ്പനാടും പറവനാപ്പള്ളിയിൽ തന്നെ ഇവിടെ 7 കൺവെൻഷനുകൾ നടന്നതിൽ 5 കൺവെൻഷനുകൾ എൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ 5 കൺവെൻഷനുകൾ അതുവരെ നടന്നിട്ടുള്ള കൺവെൻഷനുകളെ അപേക്ഷിച്ച് വളരെ വിപുലമായ രീതിയിൽ നടക്കുവാനായിട്ട് ഇടയായി. അതിലെല്ലാം മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടായിരുന്നു. കൺവെൻഷൻ ഗ്രൗണ്ടിലൊക്കെ മാതാവ് വന്ന് പ്രാർത്ഥിക്കുന്നതായും വിശദീകരിക്കുന്നതായും പല ആളുകൾക്കും ദർശനങ്ങൾ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മാതാവ് വഴിയായിട്ട് അനേകം ആളുകൾക്ക് കൺവെൻഷൻ്റെ സമയത്തും ആന്തരിക സൗഖ്യം അതുപോലെ തന്നെ ശാരീരികമായ സൗഖ്യങ്ങൾ ലഭിക്കുകയുണ്ടായി എന്ന് പിന്നീട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന പള്ളിമുറികളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. പലപ്പോഴും അമ്മയുടെ സാന്നിധ്യം അങ്ങനെ അനുഭവിക്കാനായിട്ട് അദൃശ്യമായിട്ടുള്ള സാന്നിധ്യം
അനുഭവത്തിലൂടെ സ്വന്തമാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. എനിക്ക് ഈ പ്രഭാഷണത്തിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും സാക്ഷ്യപ്പെടുത്തുവാനുള്ളത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മുടെ ആധ്യാത്മികതയുടെ അന്തസത്ത. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള കൂട്ടായ്മ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടതും കാതുകൾ കൊണ്ട് കേട്ടിട്ടുള്ളതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചിട്ടുള്ളതുമായിട്ടുള്ള ദൈവവചനം പങ്കുവയ്ക്കുന്നത് എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ ആ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ വചനങ്ങളിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുതന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് തിരുക്കുടുംബം തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ, മറിയം, യൗസേപ്പ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് കൊച്ചു പ്രായം മുതൽ കുട്ടികളെ നാം പഠിപ്പിക്കുന്നത്. മരണാസന്നരായിട്ടുള്ള ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത് തന്നെയാണ് ഈശോ, മറിയം, യൗസേപ്പ് എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് നമ്മൾ ചൊല്ലുന്നുണ്ട്, ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അതുവഴിയായി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആന്തരിക ജീവിതത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മാതാവിലൂടെ ഈശോയിലേക്ക് എന്നുള്ള സന്ദേശമാണ് ഒരിക്കൽ മദർ തെരേസായുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് അമ്മ പറഞ്ഞിട്ടുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. പെർ മരിയം ആദി യേസും, ലത്തീൻ ഭാഷയിൽ അങ്ങനെയാണ് പറയുന്നത്. മാതാവിലൂടെ ഈശോയിലേക്ക്, ത്രൂ മേരി ടു ജീസസ്, മാതാവിലൂടെ ഈശോയിലേക്ക് കടന്നു വരുവാനും ഈശോയിലൂടെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ഐക്യത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്വർഗീയമായുള്ള അനുഭവത്തിലേക്ക് അതുവഴി കടന്നു പോകാം. ദൈവം നമ്മെ എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അലിവിൻ്റെ സാഗരമാ, കരളിൻ്റെ സാന്ത്വനമാ, അമ്മേ നീ വരുമോ, എന്നെ നീ തൊടുമോ, അഭിഷേകമാ എൻ ചാരി വരുമോ, അലിവിൻ്റെ സാഗരമാ, കരളിൻ്റെ സാന്ത്വനമാ, അമ്മേ നീ വരുമോ, എന്നെ നീ തൊടുമോ, അഭിഷേകമാ എൻ ചാരി വരൂ.